ഇന്ന് നല്ല ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം ഉപയോഗിച്ച് നല്ലൊരു അടിപൊളി കേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ജെയ്സൺ ചേട്ടനും ടീനൊക്കെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 3 മുട്ട എടുത്തിട്ടുണ്ട്, 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, അതുപോലെ ബ്രൗൺ ഷുഗർ പൊടിച്ചത് അര കപ്പ്, കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് അര കപ്പ്, ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ച ആൽക്കഹോളിൽ സോക്ക് ചെയ്തത്, നട്ട്സ് 1.5 കപ്പ്. അപ്പോൾ നമ്മളിതിലോട്ട് ചേർക്കേണ്ടത് ഒരു വലിയൊരു ബൗൾ എടുത്തതിന് ശേഷം ആദ്യം തന്നെ ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം അതിലോട്ട് 100 ഗ്രാം ബട്ടർ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓയിലും ബട്ടറും നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അരിച്ചു വെച്ചെടുത്തിട്ടുള്ള മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് കൊടുക്കാം. അതും ഇതുപോലെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത് അരിച്ചു എടുത്ത് വെച്ച് മാറ്റി വയ്ക്കണം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് 3 മുട്ട നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ 3 മുട്ടയുടെയും മഞ്ഞക്കരി സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആ മഞ്ഞക്കരി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. മുട്ടയുടെ വെള്ളം നമ്മൾ മാറ്റി വയ്ക്കണം. അതിന് ശേഷം ഈ മഞ്ഞക്കരി മാത്രമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ മഞ്ഞക്കരി ചേർത്തുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് നമുക്കിപ്പോൾ ഒരു തിക്ക് ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടുക. നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് സമയം ഇതുപോലെ തന്നെ നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല കട്ടിയായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് ഷുഗർ സിറപ്പ്, കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ക്രീം ടെക്സ്ചറാണിതിന്. നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേ ഒരു കട്ടിയിലാണ് കിട്ടുക. ഇനി നമ്മൾ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഇതിൽ ഫിഗ് ഉണ്ട്, വാൾനട്ട് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, അതുപോലെ നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് 1 കപ്പോ 1.5 കപ്പോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം മരത്തിൻ്റെ ഒരു തവിയെടുത്ത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണിതിനെ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈ നട്ട്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നട്ട്സ് എന്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1/4 കപ്പ് നട്ട്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബദാം, കാഷ്യൂ നട്ട്സ് ഒക്കെയാണ് നമ്മളിതിലെടുത്തിട്ടുള്ളത്. അത് നന്നായി മിക്സ് ചെയ്യാം.
നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതൊരു ടീസ്പൂൺ വാനില എസൻസാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. എസൻസ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്കത് കിട്ടുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളം എടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഒരു നല്ലൊരു കട്ടിയുള്ള ക്രീം പോലെ അതുപോലെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം, ബീറ്റിംഗ് നിർത്താം. മൂന്ന് മുട്ടയുടെ വെള്ളയാണ് അതിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എല്ലാം സെറ്റായതിന് ശേഷം നമുക്കതൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അതിന് മുൻപേ ഇതിലോട്ട് ചേർക്കുന്നതിന് മുമ്പ് ബട്ടർ പേപ്പർ വെച്ച് നമുക്ക് ഒരു ഓയിൽ തൂവിയതിന് ശേഷം അതിലോട്ടാണ് ഈ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് ശേഷം 40 മിനിറ്റ് നമുക്ക് ഓവനിൽ സെറ്റാക്കാൻ വയ്ക്കാം.